പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്ന തരത്തിൽ വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് ജപ്തി നടപടികൾ നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും രോഗികളും അംഗവൈകല്യമുള്ളവരും ഉൾപ്പെടെ 60-ലധികം കുടുംബങ്ങളെയാണ് വെള്ളറക്കാട് സഹകരണ ബാങ്ക് ജപ്തി ചെയ്ത് കുടിയിറക്കുവാൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മുതലാളിമാർക്ക് അനർഹമായി വായ്പകൾ നൽകി തിരിച്ചടവിന് സാവകാശം നൽകിയിട്ടുണ്ടെന്നും ഷെഡുകളിൽ താമസിക്കുന്നവരുടെ പുരയിടം പിടിച്ചെടുത്ത് ലേലം ചെയ്യുവാനാണ് സഹകരണ വകുപ്പും ബാങ്കും ശ്രമിക്കുന്നതെന്നും ആരോപിച്ച കോൺഗ്രസ് പാവപ്പെട്ടവർക്ക് തിരിച്ചടവിനുള്ള സമയം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഡിസിസി ജനറൽ സെക്രട്ടറി വി.കെ. രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ബാങ്ക് ഭരിക്കുന്നത്. അതിനുപരി ഈ ബാങ്കിന്റെ സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ആളാണ്. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ ബാങ്കിന്റെ സെക്രട്ടറി. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന സർവീസ് സഹകരണ ബാങ്ക് പാവപ്പെട്ട മണ്ണാകുന്ന കോളനിയിലെയും അതുമായി പരിസര പ്രദേശത്തെയും 3-4 സെന്റുകളിൽ മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എം.എച്ച്. നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. യാവുട്ടി ചിറമനേങ്ങാട്, സലാം വലിയകത്ത്, കരീം വെള്ളറക്കാട്, സൈബുനിസ ഷറഫു, രജിത ഷാജി, റഫീഖ് ഐനിക്കുന്നത്ത്, അക്ഷയ് വെള്ളറക്കാട്, രഞ്ജു താരു തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. സാധാരണക്കാരെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കുവാൻ പരിശ്രമിക്കാതെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ നിയമമനുസരിച്ചുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബാങ്കുകളിലും ജപ്തി നടപടികൾ നടക്കുന്നുണ്ട്. 10 വർഷത്തിനടുത്ത് ഭീമമായ കുടിശ്ശികയായിട്ടുള്ളവർക്കെതിരെയാണ് നടപടി. ബാങ്ക് ആരെയും കുടിയിറക്കുകയില്ല. 60 പേരിൽ ചെറിയ തിരിച്ചടവുകൾ നടത്തിയിട്ടുള്ള 37 പേരെ രാഷ്ട്രീയം നോക്കാതെ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ നടപടി നേരിടുന്നവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ടവരുണ്ട്. എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും സാധാരണക്കാരായ നിക്ഷേപകരെയും വായ്പയെടുക്കുന്നവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ബാങ്കിനുള്ളതെന്നും അബ്ദുൾ നാസർ അറിയിച്ചു. ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ള സമരവും സമരനാടകങ്ങളുമെല്ലാം പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബാങ്കിനെതിരെ ഇറക്കിവിടാമെന്നുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് കുടിശ്ശികയായി കിടക്കുന്ന 60 ഫയലുകളാണ് നടപടികളിലേക്ക് നീക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 37 ഫയലുകളും 10,000-20,000 രൂപയ്ക്ക് വെച്ച് അടച്ചിട്ടുള്ള ഫയലുകൾ പോലും നടപടികളിൽ നിന്ന് മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും അവരെ തികച്ചും ന്യായമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഈ സാധാരണക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് ഇന്ന് ബാങ്കിന് മുന്നിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളും നടപടികളും മാത്രമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ണാംകുന്ന് പ്രദേശത്തെ വീടുകളിൽ വെള്ളറക്കാട് സഹകരണ ബാങ്ക് നടത്താനിരുന്ന ജപ്തി നടപടികൾ ഡിസംബർ 18-ാം തീയതി വരെ നടത്തില്ലെന്ന് സെയിൽ ഓഫീസർ ഉറപ്പു നൽകിയതായി വാർഡ് മെമ്പർ M.V. ധനീഷ് പറഞ്ഞു. ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ധർണ ജനങ്ങളെ കബളിപ്പിക്കുവാനാണ്. വായ്പ തിരിച്ചടയ്ക്കരുതെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അത് പാവപ്പെട്ട കുടുംബങ്ങളെ നിയമ നടപടികളിൽ കുടുക്കുവാനാണ്. എന്നാൽ തുകകളിൽ കുറവ് വരുത്തുവാനും തിരിച്ചടവിന് സമയം കൂടുതൽ ആവശ്യപ്പെട്ട് ജപ്തി നടപടികൾ ഒഴിവാക്കുവാനാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ താൻ ശ്രമിക്കുന്നത്, പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഇവര് കാലങ്ങളായിട്ട് ഈ ലോണുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇന്നും നാളെയുമായിട്ട് ജപ്തി ഉണ്ടാവുമെന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവിടെ സെയിൽ ഓഫീസർ ഉണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഇനി ആ 18-ാം തീയതി വരെ, ഈ മാസം 18-ാം തീയതി വരെ യാതൊരു ജപ്തി നടപടികളും ആയിട്ട് മുന്നോട്ട് പോകില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സമരം ഉണ്ടായിരുന്നു രാവിലെ ഇവിടുത്തെ ആളുകളെ പറ്റിച്ചുകൊണ്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം അവരെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കരുത് ദയവ് ചെയ്ത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ തുകകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ വലിയ ഭീമമായിട്ടുള്ള തുകയാണ് പലിശയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിയമ നടപടികളുമായിട്ട് മെമ്പർ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നതാണ് പറയാനുള്ളത്. ഡെപ്യൂട്ടി കളക്ടറും സഹകരണ രജിസ്ട്രാറും സെയിൽസ് ഓഫീസറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അനുകൂലമായ മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ജനങ്ങളെ കരുവാക്കുകയാണെന്നും ജപ്തി നടപടികൾ ഒഴിവാക്കുവാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനും കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നും കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ നടത്തുന്ന ജപ്തി നടപടികൾക്കെതിരെ ഇവർ പ്രതികരിക്കുന്നില്ലെന്നും പഞ്ചായത്ത് മെമ്പർമാരായ M.V. ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ അറിയിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.